സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊൻതിളക്കവുമായി മലയാളിയുടെ ഉമ്മറത്തേക്ക് വീണ്ടും ഒരു വിഷുക്കാലം കൂടി വിരുന്നെത്തുന്നു. കരിഞ്ഞുണങ്ങിയ പറമ്പുകളിൽ വേനൽ മഴയുടെ ഗന്ധം പടരുമ്പോൾ പ്രകൃതി സ്വർണ്ണാഭരണമണിഞ്ഞ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങുകയാണ്. ഒരു ജനതയുടെ പ്രത്യാശയുടെയും കാർഷിക സംസ്കൃതിയുടെയും സ്വർണ്ണത്തിളക്കം. ഐതിഹ്യങ്ങളിലെ നരകാസുരവധത്തെക്കാളും രാവണന്റെ കൊട്ടാരത്തിൽ വെളിച്ചം വീണ കഥകളെക്കാളും ഉപരിയായി മലയാളിയുടെ മനസ്സിൽ വിഷു എന്നത് ഒരു തിരിച്ചറിവാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്കും മിഴി തുറക്കുന്ന ഒരു പുലരി. പുലർക്കാലത്തെ തണുപ്പിൽ കത്തുന്ന നിലവിളക്കിന്റെ നാളത്തിലേക്ക് മിഴി തുറക്കുമ്പോൾ നാം കാണുന്നത് വെറുമൊരു കണി മാത്രമല്ല, വരും വർഷം മുഴുവൻ കൂടെയുണ്ടാവേണ്ട പോസിറ്റീവ് എനർജിയെ കൂടിയാണ്. സ്വർണ്ണ നിറമുള്ള കണിക്കൊന്നയും താലപ്പൊലി പോലെയിരിക്കുന്ന കണിവെള്ളരിയും നമ്മോട് പറയുന്നത് പങ്കുവെക്കലിന്റെ പാഠങ്ങളാണ്. തടസ്സങ്ങളെ അതിജീവിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള കർഷകന്റെ നിശ്ചയദാർഢ്യം ഈ കണിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മുതിർന്നവരുടെ കൈകളിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന കുരുന്നുകൾ പഠിക്കുന്നത് പണം നൽകലല്ല, മറിച്ച് തലമുറകളിലൂടെ പകർന്നു നൽകുന്ന സ്നേഹവും കരുതലുമാണ്. നമ്മുടെ കൃഷിഭൂമികൾ കുറഞ്ഞേക്കാം, മുറ്റത്തെ കണിക്കൊന്നകൾ കോൺക്രീറ്റ് മതിൽക്കെട്ടുകൾക്ക് വഴിമാറിയേക്കാം. എങ്കിലും ഓരോ മലയാളിയുടെയും ഉള്ളിൽ നന്മയുടെ ഒരു കണിക്കൊന്ന ഇപ്പോഴും പൂത്തു നിൽക്കുന്നുണ്ട്. കൈപ്പേറിയ പ്രവാസ ജീവിതത്തിനിടയിലും തിരക്കുപിടിച്ച നഗരജീവിതത്തിനിടയിലും മലയാളി വിഷു ആഘോഷിക്കുന്നത് നഷ്ടപ്പെട്ടുപോയ പച്ചപ്പിനെ തിരികെ പിടിക്കാനാണ്. കയ്പും മധുരവും കലർന്ന ജീവിതത്തിന്റെ പ്രതിരൂപമായ വിഷുക്കട്ടയും സദ്യയും കഴിഞ്ഞ് പുതിയ പ്രതീക്ഷകളിലേക്ക് നമുക്ക് ചുവടുവെക്കാം. പഞ്ഞമാസങ്ങളെ പടിപ്പുറത്ത് നിർത്തി സമൃദ്ധിയുടെ പുത്തൻ പുലരിയെ നമുക്ക് വരവേൽക്കാം. ഏവർക്കും മെട്രോ 7 ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.